അല്ല ഇപ്പൊ വേണ്ട, നീ കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ ഫീൽ ചെയ്യാ. എന്താ? അയ്യോ, കുമാരണ്ണൻ കാപ്പിയും ചായ ഒന്നും കുടിക്കില്ല, ഒള്ളി കരിക്ക്. അതാ. ഓ, പെൺകുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഓ, മോക്ക് പാചകമൊക്കെ അറിയാവോ? അവൾക്ക് എല്ലാ കറികളും വെക്കാൻ അറിയാം. ഞാൻ അവളെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അടുക്കള കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുന്നത് ജാനകിക്ക് ഇഷ്ടമല്ല. നേരാ, നമ്മുടെ കണ്ണ് എല്ലായിടത്തും എത്തണമല്ലോ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇവള് തന്നെയാ നോക്കുന്നേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോനെ? എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ? അല്ല, മുതലാളിയും ജാനകി കൊച്ചപ്പയും പറഞ്ഞ കാര്യങ്ങളൊക്കെ കുട്ടിക്ക് സമ്മതമാണെന്ന് അണ്ണൻ ചോദിക്കാവുന്നത് അല്ലേ? ഓളമാക്കല്ലേ. ഓ, അവൾക്ക് ഒരു സമ്മതക്കുറവുമില്ല. ഇനി നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആവാട്ടോ. വിവാഹം കഴിഞ്ഞാലും മോളെ പഠിക്കാൻ വിടുന്ന കാര്യം അതിൽ മാറ്റമൊന്നുമില്ലല്ലോ അല്ലേ? പഠിച്ച് നല്ലൊരു നിലയിലെത്തണമെന്നാ മോളുടെ ഏറ്റവും വലിയ സ്വപ്നം. ഇത് വലിയ തമാശയായി പോയല്ലോ. ഞങ്ങളെ കുറിച്ച് രവി എന്താ കരുതിയത്? മരുമോള് ജോലിക്ക് പോയി സമ്പാദിച്ചിട്ട് വേണോ ഞങ്ങൾക്ക് കുടുംബം കഴിയാൻ? അല്ല, അമ്മ ഇക്കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നാണല്ലോ. മാളു, നീ മിണ്ടായിരിക്കുന്നുണ്ടോ? അല്ലമ്മേ, കല്യാണം കഴിഞ്ഞാലും പഠിക്കാൻ. മാളു, മതിയാക്കാനല്ലേ പറഞ്ഞത്? ദേ, തലയിരിക്കുമ്പോ വാലോടണ്ട. ഇവിടെ മുതിർന്നവരുണ്ടല്ലോ സംസാരിക്കാൻ. അമ്മേ, ഓക്കെ ഓക്കെ, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. മാളുവിന് പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ ആ ആഗ്രഹം കുമാർ നടത്തി കൊടുക്കും. മാളു എന്താണെന്ന് വെച്ചാ പഠിച്ചോ, ഇഷ്ടം പോലെ പഠിച്ചോ. ഇനി ഇവിടെ എന്നാ പന്തിയാവില്ല, വേഗം എഴുന്നേറ്റ് വാ, ചായയൊക്കെ വീട്ടിൽ പോയിട്ട് കുടിക്കാം. വാ. ഇക്കാര്യം ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് അറിയിക്കാം. കാര്യങ്ങൾ സംസാരിക്കണ്ട. നീ ഒന്നും പറയണ്ട, പറഞ്ഞതൊക്കെ ധാരാളം. നടക്കങ്ങോട്ട്. അതെ, മാളു അവളുടെ അച്ഛനും പറഞ്ഞു എന്ന് നിങ്ങൾ കാര്യമാക്കണ്ട. ഈ കല്യാണം കഴിഞ്ഞാ പിന്നെ അവള് നിങ്ങളുടെ കുട്ടിയല്ലേ. പിന്നെ അവള് പഠിക്കണോ പാത്രം കഴുകണോ എന്നൊക്കെ ജാനകി തന്നെ തീരുമാനിച്ചാ മതി. ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞോണ്ട് വരത്തില്ല, പോരെ? ഇനി ഇതിലെന്താലോചിക്കാനാ? നമുക്കിതങ്ങ് നടത്തരുതോ? ഇതൊന്നും അങ്ങനെ എടിപിടിന്ന് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലല്ലോ സുധേ. ഞങ്ങള് വിളിച്ചോളാം. ഒഴുക്ക ചേർക്കൻ. ശ്രീയേട്ടാ, ഇതെന്താ മാളൂട്ടി സാരി കൊടുത്ത്? ഓ, നമ്പ്യാർ സാർ പൂജയുടെ കാര്യം പറഞ്ഞായിരുന്നോ? അല്ല, അത് അല്ല, നീ എന്താ പൂജയുടെ കാര്യം പറഞ്ഞത്? പുത്തമ്പുരക്കിലെ കുടുംബക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജയാ. ഇവിടെ വന്ന കാര്യവും നിന്നെ കണ്ട കാര്യമൊക്കെ നമ്പ്യാർ സാർ പറഞ്ഞു. നിന്നെ ഒത്തിരി ഇഷ്ടമായി സാറിന്. മെഡിക്കാണെന്നാ പറഞ്ഞ. ആ, പിന്നെ പൂജയ്ക്ക് എല്ലാവരോടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടേ. ആ, ഞങ്ങൾ വന്നോളാം ശ്രീകുട്ട. ശരി എന്നാ. എന്നാ ശരി, അമ്പലത്തിൽ കാണാം.